എന്നെ രക്ഷിക്കാൻ പ്രേമിനെ കഴിയൂ. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാം. അച്ഛനെ ധിക്കരിച്ച് എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. എന്തെങ്കിലും ചെയ്താൽ ഞാൻ തെരുവിലാകും. അപ്പോ ഞാൻ അത് നിശ്ചയിക്കേണ്ടത് നിന്റെ അച്ഛനും അമ്മയാണ്. ഞാൻ ഈ ഗതിയിലായത് അവരറിഞ്ഞിട്ടല്ലോ. അതിന് ഉത്തരവാദിത്വം എനിക്ക് മാത്രമല്ലല്ലോ, പകുതി നിനക്കുമുള്ളതാണ്. എന്ന് വെച്ചാൽ അച്ഛനെ അനുസരിക്കാനേ ഇനി എനിക്ക് കഴിയൂ. രേഖ ഇനി എന്നെ പ്രതീക്ഷിക്കണമെന്നില്ല. പ്രേം, പ്രേം. ഇത് അലമാരിയിൽ വെച്ചേക്ക്. നാളെയാണ് ഗംഗാധരന്റെ അവധി. ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മോനെ വിട്ടുതരുമോ? അല്ല, പണം വാങ്ങിയിട്ട് ഇനി എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ? അപ്പോ മറ്റു മാർഗങ്ങൾ നോക്കും. ആ മാർഗം നമുക്കിപ്പോഴേ നോക്കിക്കൂടെ? പണത്തിന് നമുക്ക് ആവശ്യമുണ്ട്. അത് കൊടുത്ത് രേഖയുടെ കല്യാണം നടത്താമായിരുന്നു. ബിജു മോൻ ഒരു കൊലപാതകയുടെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്നത്. നിനക്കിവിടെ കല്യാണം നടത്തണം. മോഹന്റെ അച്ഛൻ വന്നിരുന്നു. അവർക്ക് വിവാഹത്തിന് തിരക്കാണെന്ന്. അത്ര തിരക്കാണെങ്കിൽ വേറെ പെണ്ണ് നോക്കാൻ പറ. ഈ പണം അതിനുള്ളതല്ല, എന്റെ മോനെ രക്ഷിക്കാനുള്ളതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്റെ മോനെ തിരിച്ചു കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ? നമ്മുടെ കുഞ്ഞിന് ഒരാപത്തും വരില്ല. ഈ പണം... നീ ഒന്ന് വെറുതെ ഇരിക്കാമോ? നിനക്കെന്ത് പറ്റി? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സത്യമാണോ ഈ പറഞ്ഞതല്ല? സത്യം മാത്രമല്ല, നടക്കാൻ പോകുന്നതും അതാണ്. നിന്റെ ചേച്ചിയുടെ കല്യാണം. നീ കാട്ടിലും മലയിലും പോലീസിനെ പേടിച്ച് ഒളിച്ചു ജീവിക്കുന്നു. നിന്നെ മോചിപ്പിക്കാൻ 1 ലക്ഷം രൂപ ഞാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അയാൾക്ക് നിന്നെ വേണ്ട. ആ തുക സ്ത്രീധനമായി കൊടുത്ത് നിന്റെ ചേച്ചിയുടെ കല്യാണം നടത്താൻ പോകുന്നു. ഇല്ല, ആ കല്യാണം നടത്തരുത്, നടത്താൻ സമ്മതിക്കരുത്. ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാണ്? എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വരൂ, പറയാം. ദേ കാപ്പി.
രാത്രി തന്നെ കൊണ്ടു കൊടുത്തു അല്ലേ? അപ്പൊ മോൻ എവിടെ? നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ രൂപ കൊണ്ട് കൊടുത്തു വന്നു. രൂപ അതിന് എനിക്കറിയാം. എന്നോട് എന്തിന് കള്ളം പറയുന്നു? നിങ്ങൾ അത് കൊണ്ടു കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ രൂപ കൊണ്ട് കൊടുത്തില്ലെന്ന്. പിന്നെ ആ രൂപ എവിടെ പോയി? അത് നീ എടുത്ത് മാറ്റി. ഞാനോ? അയ്യോ, ഞാൻ എടുത്തില്ല. ഞാനത് കൊണ്ടു കൊടുക്കരുത് നിനക്ക് നിർബന്ധമായിരുന്നു. മോന്റെ ജീവനേക്കാൾ നിനക്ക് വലുത് മോളുടെ കല്യാണമാണ്. ബിജു മോനില്ലാതെ ഈ വീട്ടിൽ ഒരു കല്യാണവും നടക്കില്ല. മര്യാദയ്ക്ക് പണം തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കേ. എന്ത് പറയണമെന്ന് പോലെ എനിക്കറിയില്ല. അവൻ എന്റെ മോനല്ലേ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പിന്നെ ജീവിക്കാനാവില്ല. എങ്കിലും അപമാനം കൊണ്ട് ഈ കുടുംബം മുഴുവൻ നശിക്കാതിരിക്കാനാണ് ഞാനത് പറഞ്ഞു പോയത്. നേരത്തെ നിശ്ചയിച്ചു വെക്കുന്ന എത്രയോ കല്യാണങ്ങൾ മുടങ്ങുന്നു. അതുകൊണ്ട് അവർക്ക് വേറെ കല്യാണം നടക്കാറില്ലേ? ഇതിലെന്താ അത്ര അപമാനമുള്ളത്? അയ്യോ, ഞാനിത് എങ്ങനെ നിങ്ങളോട് പറയും? പ്രഭേ, എന്താ ഇത്? എന്ത് സംഭവിച്ചു? രേഖ 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 ഗർഭിണിയാണ്. അയ്യോ അമ്മേ, അച്ഛാ, ഒന്നിങ്ങോട്ട് ഓടി വന്നേ. രേഖ വാതിൽ തുറക്കുന്നില്ല. രേഖേ, 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 കഥവ് തുറക്കുമോളെ. രേഖ, കഥവ് തുറക്ക്. രേഖേ, 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 കഥവ് തുറക്ക്. കഥവ് തുറക്കുമോളെ. ഒരു പെണ്ണ് ചത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ അവന്റെ കുടുംബത്തിന്റെ നാശം അതോടെ ആരംഭിക്കുകയാണ്. അതിന് പൂർത്തിയാവണം, പെട്ടെന്ന്, എത്രയും പെട്ടെന്ന്. ആ മരണം ബിജു അറിയുമ്പോൾ ഈ നിലയിൽ അച്ഛനെ കാണുന്നത് പോലെ എനിക്ക് വേദനയാണ്. രേഖ മരിച്ചു. ബിജുവിനെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ. നിന്നെ കൊണ്ടാവോ കൂട്ടിക്കൊണ്ടുവരാൻ? എങ്കിൽ പോയി കൊണ്ടുവാ. ഞാൻ പോണ്ട, നിന്റെ അച്ഛനെന്ന് പറഞ്ഞു കേട്ടില്ലേ? അപ്പോഴത്തെ പ്രയാസത്തിന് അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു പോയത്. അച്ഛന് ബിജുമോൻ ജീവനാണ്. എങ്ങനെങ്കിലും എന്റെ ബിജുമോനെ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ. ആ ശരി ശരി, നീ ഒന്ന് കടിച്ചു നിർത്തിക്കേ. ഞാൻ പറയുന്നത് കേൾക്കും. ബിജു അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. അവന്റെ സഹോദരിയുടെ മരണത്തിന് നമ്മളാണ് കാരണക്കാരെന്ന് അറിഞ്ഞാൽ നമ്മെ കാണിച്ചു കൊടുക്കാൻ അവൻ മടിക്കില്ല. അവൻ നമ്മുടെ താവളം പോലീസിന് കാണിച്ചു കൊടുക്കും. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? തമ്പിയോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്ന നിങ്ങൾ ഇനിയും അയാളുടെ മകനെ ജീവനോടെ വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം? നിങ്ങൾക്ക് ഭയമെങ്കിൽ ഇതും ഞങ്ങൾ ചെയ്യേണ്ടി വരും. ഭയമോ? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എന്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഓരോന്നായി അവസാനിപ്പിക്കാൻ. അതിനിങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ബലി അർപ്പിക്കണം. അതിനിവിടെ അമ്പലവും പ്രതിഷ്ഠയൊന്നും കാണുന്നില്ലല്ലോ. ആ വരൂ, കാണിച്ചു തരാം. അതാ നോക്കൂ.